കാട്ടിൽ കുറെ ദിവസമായി നല്ല മഴ പെയ്യുകയായിരുന്നു. ഈ കാര്യം വിചാരിച്ച് കിളികളുടെ റാണിയായ ഹേമ എല്ലാ കിളികളെയും മീറ്റിങ്ങിന് വിളിപ്പിച്ചു. കാട്ടിൽ 1 മാസമായിട്ട് മഴ പെയ്യുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് പെട്ടെന്ന് കുറയുമെന്ന്. കിളികളുടെ മഹാറാണി, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഭയങ്കരമായ മഴ കാരണം എല്ലാവരുടെ വീടും തകർത്തിട്ടേക്കാണ്. അതുപോലെ കഴുകന്മാരെ കൊണ്ടും തോറ്റിരിക്കുകയാണ്. ഈ സമയം നമുക്കിപ്പോ വഴക്കിടാനുള്ളതല്ല. ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് വേറൊന്നിനുമല്ല. കാക്കയിൽ നിന്നും നമുക്ക് കുറച്ച് തേങ്ങ വാങ്ങാനുണ്ട്. അതുപോലെ നാളികേരത്തിന്റെ വീട് നമുക്ക് ആവശ്യമാണ്. എന്നാലേ ഈ ഭയങ്കരമായ മഴയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഹേമ കിളി പറഞ്ഞ കേട്ട് എല്ലാ കിളികളും കറുത്ത കാക്കയുടെ കടയിൽ വന്നു. അവിടെ വലിയ നാളികേരത്തിന്റെ വീടുണ്ടായിരുന്നു. കറുത്ത കാക്ക എല്ലാവരെയും കണ്ട് ഞെട്ടി. എന്നിട്ട് പറഞ്ഞു, അല്ല, എന്തു പറ്റി? ഇന്നെന്റെ കടയിൽ ഇത്രയും പക്ഷികളോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ നിന്റെ എല്ലാ നാളികേരം വാങ്ങാൻ വന്നതാ. ഞാൻ ഇവിടെ നാളികേരം വിൽക്കാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾ നാളികേരം വാങ്ങിച്ചോ. അങ്ങനെ ഓരോരുത്തരും അവർക്ക് ആവശ്യമായ വീടുണ്ടാക്കാൻ വേണ്ടി ഓരോ നാളികേരം വാങ്ങിക്കൊണ്ട് അവിടുന്ന് പോയി. കറുത്ത കാക്ക സന്തോഷം കൊണ്ട് സ്വയം പറഞ്ഞു, ഇത് കൊള്ളാലോ. ഇന്നെന്തായാലും നല്ല വിൽപ്പന ഉണ്ടായത്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കട്ടെ, എന്റെ നാളികേരം വിറ്റ് പോകട്ടെ. കറുത്ത കാക്ക ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു കുഞ്ഞിക്കിളി അവന്റെ അടുത്തേക്ക് വന്നു. എന്റെ പേര് മീനു. എന്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ അനാഥയാണ്. എനിക്ക് ഈ നാളികേരം കടമായിട്ട് തരാമോ? ഭയാനകമായ മഴ കാരണം എന്റെ വീടും തകർന്നു പോയി. കറുത്ത കാക്കയ്ക്ക് അത് ഇഷ്ടപ്പെടാതെ അവളെ നോക്കി പറഞ്ഞു, ഞാൻ ഇവിടെ ഈ സാധനം വെച്ചിരിക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കാനല്ല. നീ കാശുണ്ടെങ്കിൽ നാളികേരം വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ. മീനുക്കിളിക്ക് വിഷമമായി. സങ്കടത്തോടെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് വന്നു. തകർന്ന സ്വന്തം വീടിനെ നോക്കി അവൾ പറഞ്ഞു, എന്തു ചെയ്യും? എന്റെ വീട് തകർന്നു പോയല്ലോ. അതിന്റെ അകത്ത് മഴത്തുള്ളികളും വീഴുന്നുണ്ടല്ലോ. എന്തെങ്കിലും ആവട്ടെ, ഈ രാത്രി എനിക്ക് ഇതിനകത്ത് കഴിഞ്ഞുകൂടിയേ പറ്റൂ. മീനുക്കിളി അവളുടെ സ്വന്തം കൂട്ടിൽ കയറിയിരുന്നു. അപ്പോഴേക്കും അവളുടെ കൂട്ടിന്റെ അകത്ത് അവൾ കാണുന്നത് ഒരു കഴുകൻ. കഴുകനെ കണ്ടപ്പോ തന്നെ മീനുക്കിളി ചോദിച്ചു, ആരാ നീ? എന്റെ പേര് ബ്രൗണി എന്ന്. ഇനി മുതൽ ഞാൻ ഇവിടെ താമസിക്കും. എന്ത് തോന്നിവാസമാണ് പറയണത്? ഇത് എന്റെ വീടാണ്. ബ്രൗണി എവിടെ കാല് വെച്ചാലും അതവളുടെ വീടായി മാറും. നിന്നെ ഞാൻ കൊല്ലുന്നതിന് മുമ്പ് മര്യാദക്ക് ഇവിടെ നിന്ന് പോവാനാണ് ഞാൻ പറയുന്നേ. ബ്രൗണി കഴുകന്റെ കാര്യങ്ങൾ കേട്ട് മീനുക്കിളി പേടിച്ചുപോയി. മിണ്ടാതെ അവളുടെ വീട്ടിൽ നിന്നും പറന്നുപോയി. മീനുക്കിളി ആ മഴയത്ത് അങ്ങനെ നനഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ മീനുക്കിളി ഹേമ റാണിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, കിളികളുടെ റാണി, എന്നെ സഹായിക്കൂ. എന്ത് സഹായം? എന്റെ വീട് അല്ലേല് തകർന്നു പോയി കിടക്കുക. അത് കൂടാണ്ട് ഒരു ബ്രൗണി കഴുകൻ എന്റെ വീടിന്റെ അകത്തേക്ക് വന്നു. കിളികളുടെ റാണിയല്ലേ, അതിനെ എന്റെ വീട്ടിൽ നിന്നും ഒഴിച്ചുവിടൂ. അത് കാരണം ഞാൻ രാത്രി മുഴുവൻ മഴയത്തായിരുന്നു. ബ്രൗണി കഴുകന്റെ പേര് കേട്ടതോടെ ഹേമ റാണിയുടെ മുഖത്ത് പേടി വന്നു. പേടിച്ചുകൊണ്ട് മീനുക്കിളിയെ നോക്കി ഹേമറാണി പറഞ്ഞു, നോക്കു മീനു, വേറെ ഏത് പക്ഷിയായിരുന്നെങ്കിലും ഞാൻ ബാക്കിയുള്ളവരെയും കൊണ്ട് അവിടെ പോയേനെ. ബ്രൗണി കഴുകനെ നിനക്ക് ശരിക്കും അറിയില്ല എന്ന് തോന്നുന്നു. അവള് ഭയങ്കരയാ. അങ്ങാന ഞാൻ അവളെ വീട് ഒഴിവാക്കാൻ വേണ്ടി പോയാൽ എല്ലാ കിളികളെ അവൾ ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പോ ഞാൻ എവിടെ താമസിക്കും? നോക്കു മീനു, കഴിഞ്ഞ 1 മാസമായിട്ട് കാട്ടിൽ നല്ല മഴ പെയ്യുകയാണ്. എല്ലാ കിളികൾക്കും അത് തന്നെയാണ് പ്രശ്നവും. നീ വേറൊരു വീട് കണ്ടുപിടിക്കുന്നവരെ അതുവരെ ഞാൻ ഇവിടെ താമസിച്ചോട്ടെ മഹാറാണി. മീനുക്കിളി പറഞ്ഞത് കേട്ട് ഹേമ റാണിക്ക് ദേഷ്യം വന്നു പറഞ്ഞു, ഞാൻ നിന്നെ നോക്കിക്കോളാന്നൊന്നും വാക്ക് കൊടുത്തിട്ടില്ല ആർക്കും. നീ വലിയ കിളിയായി. ഇത് പറഞ്ഞ് ഹേമ റാണി അവിടുന്ന് പറന്നുപോയി. മീനുക്കിളിയുടെ കണ്ണിൽ കണ്ണുനീര് വരാൻ തുടങ്ങി. മിണ്ടാതെ അവിടെ നിന്ന് പറന്നുപോയി. മീനുക്കിളി ഒരു മരത്തിന്റെ കൊമ്പിലിരുന്ന് അമ്മേനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞോണ്ട് പറയുകയായിരുന്നു, അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഈ കാട്ടിൽ അനാഥയായ കിളിനെ ആരും അന്വേഷിക്കാനില്ല. ഇനി ഞാൻ എവിടെ പോകും? മീനുക്കിളി കുറെ നേരമായി കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും മീനുക്കിളി ഓരോരുത്തരുടെയും വീട്ടിൽ പോയി സഹായം ചോദിക്കാൻ
ഓരോ വീട്ടിലും കയറിയിറങ്ങി. ഒരു പക്ഷിയും അവളെ വീട്ടിൽ താമസിക്കാനായി സമ്മതിച്ചില്ല. വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് ആ മഴയത്ത് മീനുക്കിളി ഒരു മരത്തിന്റെ വലിയൊരു കൊമ്പിൽ പോയിരുന്നു. ആ കൊമ്പിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ വൃക്ഷം നല്ല വലുതാണ്, ഇതിന്റെ അകത്ത് മഴ പെയ്യുന്നില്ല, മഴ തീരുന്നവരെ ഇവിടെ അങ്ങ് തങ്ങാം. അപ്പോഴേക്കും മരം ചുമക്കാൻ തുടങ്ങി. ഇത് കണ്ട് മീനുക്കിളി നല്ല ഞെട്ടിപ്പോയി. അയ്യോ, വൃക്ഷം എന്താ ചുമന്നിരിക്കണേ? ഇത് എന്ത് തരം വൃക്ഷമാണ്? അപ്പോഴേക്കും മീനുക്കിളിയുടെ ചെവിയിൽ ഗാംഭീര്യമായ ഒരു ശബ്ദം കേട്ടു. എന്റെ ചില്ലയിലിരിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? മീനുക്കിളി പേടിച്ചുകൊണ്ട് പറഞ്ഞു. ആരാണ്? ഏത് വൃക്ഷത്തിലാണോ നീ ഇരിക്കുന്നത് ആ വൃക്ഷമാണ് സംസാരിക്കുന്നത്. ഞാനൊരു മാന്ത്രിക വൃക്ഷമാണ്. എന്റെ ചില്ലയിൽ നല്ല പക്ഷികൾക്ക് ഇരിക്കാൻ പാടില്ല. എനിക്ക് നീ പറയണതൊന്നും മനസ്സിലാവുന്നില്ല. ഈ വൃക്ഷത്തിൽ ഇരിക്കുന്നവർ മറ്റുള്ളവരോട് വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. പക്ഷേ നീ ഒരു ദുർബലനായ പക്ഷിയാണ്. നീ പറഞ്ഞത് ശരിയാ, എനിക്ക് അത്രയൊന്നും ശക്തിയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് മീനുക്കിളി പൊട്ടി എല്ലാ കഥയും ആ മരത്തിനോട് പറയുകയും ചെയ്തു. നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ ശക്തിശാലിയാക്കാം. നിന്നെ സഹായിക്കാത്ത എല്ലാവരെയും നിനക്ക് പ്രതികാരം ചെയ്യാവുന്നതാണ്. എന്താ, നിനക്ക് ശക്തിശാലിയാവാൻ ആഗ്രഹമുണ്ടോ? പെട്ടെന്ന് മീനുക്കിളിയുടെ മനസ്സിൽ എല്ലാ കിളികളോടും ദേഷ്യമായി. ആ, എല്ലാവരോടും എനിക്ക് പകരം വീട്ടണം. ശരി, ഞാൻ നിന്റെ രൂപം വലുതാക്കാൻ പോവുകയാണ്. മറ്റുള്ള പക്ഷികൾ നിന്നെ കണ്ടാൽ ഇനി പേടിക്കും. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. നീ എല്ലാ പക്ഷികളുടെയും കൂട് തകർക്കുമെന്ന്. എനിക്ക് സമ്മതമാണ്. മീനുക്കിളി അത്രയും പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും മീനുക്കിളിയുടെ രൂപം വലുതായി. അവളുടെ ഉള്ളിൽ അത്ഭുതമായ ഒരു ശക്തി അവൾക്ക് അനുഭവപ്പെട്ടു. അവൾക്ക് ദേഷ്യം വന്ന് നേരെ അവളുടെ വീട്ടിലേക്ക് പോയി. അവളുടെ വീട്ടിന്റെ വെളിയിലിരുന്ന് ബ്രൗണി കഴുകൻ സുഖമായി ഇരിക്കുകയായിരുന്നു. ഇത്രയും വലിയ കിളിയെ കണ്ട് ബ്രൗണി കഴുകൻ പേടിച്ചു പോയി. ആരാണ് നീ? ഇത്രയും വലിയ രൂപത്തിലുള്ള കിളിയെ കണ്ടിട്ടില്ല. ഞാൻ അത് തന്നെയാ. നീ എന്റെ വീട്ടിൽ നിന്നും എന്നെ പറഞ്ഞു വിട്ടില്ലേ, ഓർമ്മയുണ്ടോ? ഇത്രയും പറഞ്ഞുകൊണ്ട് മീനുക്കിളി അവളുടെ ചുണ്ടുകൊണ്ട് ബ്രൗണി കഴുകനെ ഉപദ്രവിച്ചു. ബ്രൗണി കഴുകൻ പരിക്കേറ്റ് നേരെ താഴത്തേക്ക് അങ്ങ് വീണു. അവളെ ഞാൻ ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇനി ഞാൻ എല്ലാവരുടെ നാളികേര വീട് തകർക്കും. കാരണം ആരും ആരുടെ വീട്ടിൽ എന്നെ താമസിപ്പിച്ചില്ല. ഈ ഒരു അവസ്ഥയിൽ മീനുക്കിളിക്ക് ദേഷ്യം വന്ന് എല്ലാവരുടെയും നാളികേര വീട് പോയി തകർക്കാൻ തുടങ്ങി. എല്ലാ കിളികളും മീനുക്കിളിയുടെ ഈ അവസ്ഥ കണ്ട് പേടിച്ചു വിറച്ചു പോയി. എല്ലാ കിളികളും പേടിച്ച് റാണി ഹേമയുടെ അടുത്ത് വന്ന് കഥകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞും കൊടുത്തു. തെറ്റെന്റെയാണ്. മീനുക്കിളി എന്നോട് സഹായം ചോദിച്ചു വന്നപ്പോ എന്റെ അന്നത്തെ ദിവസത്തെ മൂഡ് ശരിയല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. എനിക്ക് തോന്നുന്നത് മീനുക്കിളി വലിയ വൃക്ഷത്തിൽ പോയി ഇരുന്ന് കാണും. അത് ചീത്ത വൃക്ഷമാണ്. ആ വൃക്ഷം ആരുടെയും മനസ്സിൽ തെറ്റായ കാര്യങ്ങൾ നിറച്ചു കൊടുക്കും. അതൊരു മാന്ത്രിക വൃക്ഷമാണ്. തെറ്റ് റാണിയുടെ മാത്രമല്ല, ഞങ്ങളുടെ തെറ്റുമുണ്ട്. പാവം മീനുക്കിളി ഞങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചൊക്കെ വന്നതാ. പക്ഷെ ഞങ്ങളാരും അവളെ സഹായിച്ചില്ല. ആ മാന്ത്രിക വൃക്ഷം മീനുന്റെ മനസ്സിൽ നമുക്കെതിരെ വെറുപ്പ് മാത്രമാക്കി. നമ്മൾ അവളുടെ മനസ്സിൽ സ്നേഹം നിറയ്ക്കണം. അത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഹേമക്കിളി മീനുക്കിളിനെ തപ്പി അങ്ങ് ഇറങ്ങും. അപ്പോഴാണ് മീനുക്കിളിനെ അവൾ കാണുന്നത്. മീനു നല്ല ദേഷ്യത്തിലായിരുന്നു. ഹേമക്കിളി നേരെ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, മീനുക്കിളി, ഇത് മതിയാക്ക്. നന്നായി നീ എന്റെ അടുത്ത് വന്നത്. ഇനി നിന്റെ വീടും കൂടെ തകർക്കാൻ ബാക്കിയുള്ളോ? എനിക്കറിയാം ഞങ്ങളെല്ലാവരും നിന്റെ അടുത്ത് തെറ്റാണ് ചെയ്തതെന്ന്. ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. നീ വേണമെങ്കിൽ ഞങ്ങളെല്ലാരെയും കൊന്നോളൂ. പക്ഷെ മനസ്സിൽ വെറുപ്പ് സമ്പാദിക്കരുത്. ഞങ്ങളോട് ക്ഷമിക്കണം. ഇല്ല, ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല. മീനു, എനിക്ക് നിന്റെ അമ്മേനെ നന്നായിട്ടറിയാം. അവരിങ്ങനെയല്ല. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നിന്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുവോ? അമ്മയുടെ പേര് കേട്ടതോടെ മീനുക്കിളിക്ക് വിഷമം വന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞതോടെ മീനുക്കിളിയുടെ രൂപം പഴയ രൂപത്തിൽ തന്നെ തിരിച്ചു വരികയും ചെയ്തു. എന്നോട് ക്ഷമിക്കണം കിളികളുടെ റാണി. വൈരാഗ്യം കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതാ.
എന്റെ കൂട്ടുകാരെ എല്ലാരും ഞാൻ ഉപദ്രവിച്ചു. കുഴപ്പമില്ല, തെറ്റെല്ലാവർക്കും സംഭവിക്കുന്നതല്ലേ. വാ ഞങ്ങളുടെ കൂടെ. ഇനി ഒരിക്കലും മാന്ത്രിക വൃക്ഷത്തിൽ പോയി ഇരിക്കരുത്. കിളികളുടെ റാണി മീനുക്കിളിനെ കൂടെ കൂട്ടി. എന്നിട്ട് അവളെ സ്വന്തം മകളായിട്ട് തന്നെ നോക്കാൻ തുടങ്ങി. ആ ദിവസത്തിന് ശേഷം മീനുക്കിളി കിളികളുടെ റാണിയുടെ കൂടെ തന്നെ ജീവിക്കാൻ തുടങ്ങി.